ഹലോ ഗൈസ്, ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നാലും മറക്കരുത്. ബിഗ് ബോസിൽ അനുമോളെ ബുള്ളി ചെയ്യുന്നതിന്റെ പരമാവധി അവർ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വാക്കുകളാണെന്ന് പറയാൻ അനുമോളെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് ആരനുവാദം കൊടുത്തത്? നിവിൻ പോയെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു വിഷമവും ഇല്ല. കുറെ പേര് കരഞ്ഞു കാണിക്കുന്നതല്ലാണ്ട് ഒരു വിഷമവും ഇല്ല. കുറച്ച് ഈ പോയി കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഒനീലിന്റെ ബർത്ത്ഡേക്ക് കേക്ക് കൊടുത്തു. അത് കട്ട് ചെയ്ത് അല്ല ആഘോഷപൂർവ്വം ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് അവർ കഴിക്കുകയൊക്കെ ചെയ്തു. അത്രയ്ക്ക് വിഷമവും കാര്യങ്ങളുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യില്ലല്ലോ. അനുമോള് അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ രണയും അക്ബറും അപ്പാനിയും ഇവരെന്തിനാ അനുമോളുടെ പുറകെ നടന്ന് ഇങ്ങനെ ബുള്ളി ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. ഒരു പറയുന്ന എന്തേലുമൊക്കെ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ബിഗ് ബോസ് ഹൗസാണ്, ആർഗ്യുമെന്റ് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യ സ്ത്രീയെ പറയുന്നതിന്റെ മാക്സിമം കടന്നാണ് പറഞ്ഞേക്കുന്നത്. അനുമോളെ പട്ടിയോടൊക്കെ ഉപമിച്ച് പട്ടി, തീട്ടം, ഇതൊക്കെ അനുമോളെ വിളിക്കുന്നത്. അക്ബറിനൊക്കെ ശരിക്കും വാണിങ്ങോ ലാലേട്ടൻ്റെ നിന്ന് കിട്ടിയതാ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. അക്ബറിന്റെ ഉമ്മ വിളിച്ചു പറഞ്ഞത്. എന്നിട്ടും അക്ബറിനൊന്നും ഒരു കൂസലുമില്ല. അക്ബർ അനുമോളെ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അനുമോളോട് പറയുക, എന്നാ പട്ടി നന്നായിട്ട് പാത്രം കഴിയുന്നുണ്ട്, ബൗ 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 എന്ന് കുറച്ച് കാണിക്കുന്നു. അനിമോൾ സ്റ്റേ എന്നൊക്കെ പറഞ്ഞ് ശരിക്ക് അങ്ങോട്ട് പട്ടിയാക്കുന്ന അനുമോളെ. അങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് ഈ അപ്പാനിയൊക്കെ എന്തിനിങ്ങനെയൊക്കെ പറയുന്നത്? അപ്പാനിക്കൊക്കെ ആരാ അവകാശം കൊടുത്ത് ഇങ്ങനെ പറയാൻ? നിവിൻ ഇറങ്ങിപ്പോയത് അനുമോളുടെ കുഴപ്പം കൊണ്ടാണോ? നിവിന് ബിഗ് ബോസിനെ പ്രൊവോക്ക് ചെയ്തു. ബിഗ് ബോസ് നല്ല പണി നിവിന് കൊടുത്തു. അതിന് അനുമോൾ എന്തിനാ ഇവർ ഈ ഇന്നലെ തൊട്ട് പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്തോണ്ടിരിക്കുക. ഇവരൊരു കാര്യം നോക്കണം, ജിസേൽ അനുമോളോട് ഒരു കാര്യവും പറയുന്നില്ല. ഇവർ രണ്ടുപേരും ജിസേലും അനുമോളും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ച് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജിസേലിന്റെ വാലും പിടിച്ചോണ്ട് ജിസേലിന്റെ വായായിട്ട് സംസാരിക്കുന്ന ഈ 3 ടീംസ്, ജിസേലിന്റെ അടിമകളായ ഈ 3 ടീംസ് മാത്രം അനുമോളെ പറയുന്നതിനും ബുള്ളി ചെയ്യുന്നതിനും കൈയും കണക്കുമില്ല. നീ ഷിറ്റാണ്, ബാത്റൂമിലെ ഷിറ്റാണ്, ഇതൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? ഇവർക്ക് ആരാ ബിഗ് ബോസ് ഇതൊക്കെ എന്താ വാണിംഗ് ചെയ്യാതെ? ശരിക്കും ലാലേട്ടൻ വരുമ്പോൾ ഇതൊക്കെ വാണിംഗ് ചെയ്യണം, നന്നായിട്ട് വാണിംഗ് ചെയ്തു വാണിംഗ് കൊടുക്കണം ഇവർക്ക്. ഇതെന്താ നന്നായിട്ട് പാത്രം കഴുകുക, പട്ടി മണത്ത് നോക്കും പട്ടികളെ പോലെ. എന്നിട്ട് അപ്പാനി അവിടെ സോഫയിൽ ഇരുന്നുകൊണ്ട് ബൗ 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 എന്ന് പറഞ്ഞ് കുരയ്ക്കും. എന്താ അപ്പാനി ഇത്? എന്തൊരു മോശമാ. അപ്പാനിയുടെ വൈഫിനെ അനുമോള് പറഞ്ഞെന്ന് എന്തൊരു ഷൗട്ടിങ് ആയിരുന്നു ഇന്നലെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിന് അപ്പാനിക്ക് ഒരു കുഴപ്പമില്ലേ? വളരെ മോശം. അപ്പാനിയും അക്ബറും രണയും വളരെ മോശം. ഇവര് ജിസേലിന് വേണ്ടി, നിവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ജിസേലിന് വേണ്ടി മാത്രമാണ് ഇവര് പറയുന്നത്. പക്ഷെ ജിസേല് ഗെയിം കളിക്കുന്ന ഇവര് കണ്ടുപിടിക്കണം. ജിസേൽ ഒരു വാക്ക് ബിഗ് ബോസിന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞല്ലാണ്ട് തിരിച്ച് ഇവര് തമ്മിൽ പിന്നെ ഒരു ഫൈറ്റോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല. ജിസേലിന്റെ വായായിട്ട് സംസാരിക്കുന്നത് ഇവര് 3 പേരുമാണ്. എന്തൊരു ഇറിറ്റേറ്റിംഗ് ആണ്. ഇങ്ങനെ പൊള്ളി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബിഗ് ബോസ് അത് പറഞ്ഞു, ലാലേട്ടന്റെ മുന്നിൽ ഇതിന്റെ കാര്യങ്ങൾക്ക് തീരുമാനമാക്കാന്ന് പറഞ്ഞു. പിന്നെയും ഇവർ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്നുണ്ട് കുറച്ച് മുന്നേ കട്ടിലേൽ ഇവരെല്ലാവരും കൂടെ കിടന്ന് ഗ്യാങ് ഓടുക. ബിന്നിയുണ്ട്, അക്ബറുണ്ട്, അപ്പാനിയുണ്ട്, രണ, ജിസേല, ആര്യൻ ഗ്യാങ് ഓടിട്ട് പറഞ്ഞാൽ എന്തോ പോടി പുല്ലേന്ന് ബിന്നി ചൈനയിലാണല്ലോ പോയി പഠിച്ചേക്കുന്നത്. ചൈനയിൽ എങ്ങനെ ചെയ്യാൻ ഷൂ അങ്ങനെ എന്തോ പറയാം. അപ്പൊ പോടി പുല്ലേന്ന് പറയണം. അനുമോളെ നമുക്കിനി പോടി പുല്ലേ എന്തോ ഇവർ തന്നെ ചൈന വാക്കല്ല, ഇവർ തന്നെ ഉണ്ടാക്കിയ ചൈന വാക്ക. ഇത് ചൈനയുടെ രീതിയിൽ നമുക്ക് പറയാം. കാരണം അനുമോളെ ഇവർക്ക് വിട്ടുപിടിക്കാൻ ഒരു ഇതുമില്ല. അനുമോക്ക് നല്ല രീതിയിൽ തന്നെ വോട്ട് കയറുന്നുണ്ട്. അനുമോള് തെറ്റ് ചെയ്തെങ്കിൽ അത് ബിഗ് ബോസും ലാലേട്ടനും കൂടെ അതിന് പണിഷ്മെന്റ് കൊടുത്തോളും. ഇവരാരെയാണ് അനുമോളുടെ പുറകെ നിന്നാണ് പണിഷ്മെന്റ് ചെയ്യാൻ ഇവരെ ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടോ? ബിഗ് ബോസ് നിയമിച്ചിട്ടുണ്ടോ? എന്തൊക്കെ വർത്താനം ലൈവിലിരുന്ന് അനുമോളെ ഇവർ പറയുന്നത്. അനുമോൾ അടുക്കള പണി ചെയ്യുന്നു, അതിന് അനുമോളെ എന്തൊക്കെയാ ചെയ്യുന്നത് പറയുന്നത്. ഭയങ്കരം അപാരം തന്നെ കേട്ടോ. എൻ്റെ പൊന്നി, ഇങ്ങനെയൊന്നും ബുള്ളി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇവർ പകുതി കാര്യങ്ങളെ കണ്ടിട്ടുള്ളൂ, ബുള്ളി ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നടന്നത്, അപ്പാനി ബിഗ് ബോസിനോട് ചോദിച്ചിട്ട് ഇവരാദ്യം ടീമുകളൊക്കെ എടുത്തായിരുന്നല്ലോ, കിച്ചൺ വെസൽ അങ്ങനെ ടീമുകളൊക്കെ മാറ്റിയായിരുന്നല്ലോ. അപ്പോൾ അന്ന് ആൾക്കാർ കുറവായിരുന്നല്ലോ, ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്തോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ലാലേട്ടൻ ബിഗ് ബോസ് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തോളം പറഞ്ഞു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ ടീമുകൾ വേറെ ആക്കി. അനുമോള് അക്ബർ അഭിലാഷ് ബാത്റൂം ടീമാക്കി. കിച്ചണില് ജിസേല്
ജിസേല്, രണ, ഷാനവാസ്, ബിന്നി, ഇത്രയും പേരാന്ന് തോന്നുന്നു കിച്ചണിൽ. അപ്പോൾ കിച്ചൺ ഇതിനകത്തൊരു സമാധാനം ഉള്ളതായിരിക്കണം. കിച്ചണിന് അപ്പം രണ പറയാം ഞങ്ങൾ കിച്ചണിൽ ഇനി നല്ല സ്നേഹത്തോടെ ഫുഡ് വിളമ്പുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എവിടെ നിന്നാലും ഇവർക്ക് അനുമോളെ കുത്തണമെന്നുള്ള ഒറ്റ വിചാരത്തിൽ ഇവർ നടക്കുന്നത്. എന്ത് ചെയ്യാനാന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ ഇവര് പറയൂ. അനുമോൾ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. അനുമോൾ ഒരു കാര്യം പ്രതികരിക്കുന്നത്, അനുമോളെല്ലാം കേട്ടോണ്ട് നിൽക്കും. ഇതൊക്കെ ലാലേട്ടൻ ശനിയാഴ്ച വന്ന് വെള്ളിയാഴ്ചയാന്ന് തോന്നുന്നു വീക്കെൻഡ്. അപ്പം അടുത്ത ദിവസം വന്ന് ചോദിക്കുമായിരിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ അറിയട്ടെ ഇവര്. അല്ലെ എന്താ ഇങ്ങനെ പുറകെ നടന്ന് ബുള്ളി ചെയ്യാൻ മാത്രം എന്ത് തെറ്റ ചെയ്തേ? ഇവർക്ക് ആരും ഇങ്ങനെ ബുള്ളി ചെയ്യാനുള്ള അധികാരം കൊടുത്തേക്കുന്നത്? ഇനിയിപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. അപ്പോൾ അനുമോളെ ശരിക്കും പട്ടിയെന്നും ഷിറ്റെന്നും ഉള്ള വാക്കാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം, വളരെ മോശം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കല്ലേ.